ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ വാരത്തിലെ വലിയ ബുധനാഴ്ചയായിട്ടാണ് കുഞ്ഞുനാളുകളിൽ ഞങ്ങൾ നോമ്പുകാലം വിശുദ്ധ വാരത്തിലെ ഈ ബുധനെ കാണുക. കുഞ്ഞുനാളിൽ ആദ്യ കുർബാന എടുത്ത നാളെ മുതൽ എല്ലാ നോമ്പുകാലത്തിലും പെസഹയ്ക്ക് മുമ്പ് വരുന്ന ഈ ബുധനാഴ്ച ഞങ്ങൾ വലിയ ഒരുക്കത്തോടു കൂടെയാണ് ദൈവാലയത്തിൽ ചെല്ലുക. അനുരഞ്ജന കുദാശ സ്വീകരിക്കുവാൻ, ആത്മീയമായി വിശുദ്ധിയോടെ ഒരുങ്ങുവാൻ, വിശുദ്ധിയോടെ പെസഹ പെരുന്നാളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഈ ബുധനാഴ്ച കുംഭസാരം ഒരുപാട് അനുഗ്രഹിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നാം ചിന്തിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെടുന്ന കുദാശകളിൽ ഒന്നായിക്കൊണ്ടിരിക്കുകയാണ് കുംഭസാരമെന്ന അനുരഞ്ജന കുദാശ. കുംഭസാര രഹസ്യങ്ങൾ വികലമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അപ്രകാരമുണ്ടാകുന്ന പല പല കാര്യങ്ങൾ ഇന്ന് നമ്മൾ ന്യൂസിലൂടെയും മറ്റും കേൾക്കുന്നുണ്ട്. പലരും ഈ ഇടയ്ക്ക് തന്നെ ഒരു ന്യൂസിൽ കണ്ട ഒരു കാര്യമാണ് കുംഭസാരിക്കാനായിട്ട് പോകുന്ന ഭാര്യയും മക്കളെയും ഓർത്ത്. പ്രിയമുള്ളവരെ, സാത്താൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സഭയിൽ നിന്നും ഈ കുദാശ, കുംഭസാരം എന്ന കുദാശയെ ഇല്ലാതാക്കുവാൻ. കാരണം ഈ കുംഭസാരം എന്ന കുദാശയിലൂടെ നിത്യരക്ഷയിലേക്ക് പ്രവേശിക്കുന്ന അനേകം ആത്മാക്കളുണ്ട്, അനേകം മനുഷ്യരുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിന്നും കുംഭസാരം ഇല്ലാതായി കഴിഞ്ഞാൽ, കുംഭസാരം എന്ന കുദാശ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ പാപത്തിൻ്റെ, സാത്താൻ്റെ അടിമത്തത്തിൽ അകപ്പെടുന്ന അനേകം ആത്മാക്കളുണ്ടാകും. അതുകൊണ്ട് വളരെ തന്ത്രശാലിയായിട്ടാണ്, സൂത്രശാലിയായിട്ടാണ് സാത്താൻ കളിക്കുന്നത് കുംഭസാരത്തിനെ വികലമാക്കുവാൻ. അതിനായി അവർ നമ്മുടെ സഭയിൽ തന്നെയുള്ള വൈദികരെ പോലും അവർ സാത്താൻ ഉപയോഗിക്കുന്നുണ്ട്. കുംഭസാരത്തിനെ മിസ്യൂസ് ചെയ്യുന്ന വൈദികരില്ലെന്ന് ഞാൻ പറയുന്നില്ല. പല സംഭവങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മൾ പറയുന്നത് ഈ കുംഭസാരത്തിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ എടുത്തു മാറ്റുക എന്ന. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിത്യരക്ഷയ്ക്ക് ഏറ്റവും ആവശ്യകരമായിട്ടുള്ള കുദാശകളിൽ ഒന്നാണ്. ഒരു കുദാശ നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല, ഏത് കുദാശകളും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന ഒരാളെ നിത്യരക്ഷയിലേക്ക് നയിക്കാനായിട്ട് ഉതകുന്ന അനുരഞ്ജന കുദാശ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിൽ സാത്താൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കുദാശകളിലെ 2 കുദാശകളാണ് വിശുദ്ധ കുർബാനയും അതേപോലെ ഈ കുംഭസാരം കുദാശ, അനുരഞ്ജന കുദാശയും. അതുകൊണ്ട് അവൻ പല രീതിയിലാണ് ജനങ്ങളിൽ നിന്നും ഈ കുംഭസാരം എന്ന കുദാശ എടുത്ത് മാറ്റുവാനായിട്ട് അവൻ പ്രവർത്തിക്കുന്നത്. ചില പ്രശ്നങ്ങൾ, കുംഭസാരത്തെ ചില പ്രശ്നങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കറിയാം, അതൊക്കെ സാത്താൻ്റെ വലിയ കുടിലതന്ത്രമാണ്. വിശുദ്ധ ലിഖിതത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗീയ ഇടങ്ങളിൽ പോലും സാത്താൻ്റെ ആ ഒരു ഇടപെടൽ, അവൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുവാൻ, നിത്യരക്ഷയിൽ നിന്നും മനുഷ്യനെ അകറ്റുവാനായിട്ടാണ്. ആയതിനാൽ ഈ വിശുദ്ധ വാരത്തിൽ വലിയ ഒരുക്കത്തോടു കൂടെ, വിശുദ്ധിയോടുകൂടെ അനുരഞ്ജന കുദാശയിൽ, പ്രത്യേകിച്ച് എൻ്റെ കുട്ടിക്കാലം മുതൽ, ആദ്യകുർബാനത്തെ കാലം മുതൽ ഞങ്ങൾ ഈ ബുധനാഴ്ച അനുരഞ്ജനത്തിനായി ഒരുങ്ങുന്ന ദിവസമായിട്ടാണ് എടുക്കുക. ഞാൻ കുംഭസാരത്തിന് ഒരുങ്ങുന്ന ഒരു രീതിയുണ്ട്. നാളെയാണ് കുംഭസാരിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ മുൻകൂട്ടി വീട്ടിൽ പ്രാർത്ഥനാ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങും. പരിശുദ്ധാത്മാവിനെ ഏറ്റവും കൂടുതൽ വിളിച്ച് പ്രാർത്ഥിക്കുക, എന്നിലെ പാപത്തെ വെളിപ്പെടുത്തി തരുവാൻ. എന്നിട്ടൊരു വെള്ള കടലാസ് എടുത്ത് ഞാൻ ആ വെള്ള കടലാസിൽ കുറിക്കാറുണ്ട് ഈ പാപങ്ങളെ. അപ്പോൾ പാപങ്ങളെ ഓർക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം അപേക്ഷിച്ചുകൊണ്ട് 10 പ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളും എടുത്ത് ഞാൻ ഒന്ന് ആത്മശോധന ചെയ്യും എന്നെ തന്നെ. എന്നിട്ടാണ് ഞാൻ കുറിക്കുന്നത്. എന്നിട്ട് അത് ഞാൻ പോക്കറ്റിലിട്ട് ബുധനാഴ്ച
ഈ പെസഹയ്ക്ക് മുമ്പുള്ള ബുധനാഴ്ച പള്ളിയിൽ ദേവാലയത്തിൽ ചെന്ന് കുമ്പസാരക്കൂട്ടിൽ ചെന്ന് പുരോഹിതനോട് ഈ പാപങ്ങൾ ഈ പേപ്പർ നോക്കി ഞാൻ ഏറ്റുപറയും. അതിനുശേഷം അതിനെ ഞാൻ ചുരുട്ടി പോക്കറ്റിലിട്ട് വീട്ടിൽ വന്ന് ആരും കാണാതെ തീ കത്തിച്ച് ചാമ്പലാക്കി കളയും. പ്രിയമുള്ളവരെ, നമുക്കും ഒരുക്കത്തോടുകൂടെ അനുരഞ്ജന കുദാശയിൽ പങ്കെടുക്കാൻ, ആ കുദാശയുടെ മഹത്വം, ആ കുദാശ സ്ഥാപിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ കുദാശയിലൂടെ ദൈവവുമായി അനുരഞ്ജനപ്പെടുവാനും ദൈവത്തിൻ്റെ ആ ഒരു നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനും ആ പെസഹയുടെ ദിവസം യേശുവിൻ്റെ തിരുശരീരം തിരുരക്തം സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ആത്മീയമായി ഒരുങ്ങി അനുരഞ്ജന കുദാശയിലൂടെ വിശുദ്ധി പ്രാപിച്ച് ഒരുക്കത്തോടെ പെസഹ പെരുന്നാളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നമ്മൾ കുമ്പസാരിക്കാൻ പോവുകയല്ലേ? അപ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കുമ്പസാരം എന്ന കുദാശയിൽ പങ്കെടുക്കാം. ദൈവം നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.